ഹായ് ഫ്രണ്ട്സ്, വാഗമൺ പോവാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? വാഗമണിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഗൂഗിൾ മാപ്പിൽ ഇല്ല എന്നുള്ളതാണ് ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ യാത്ര ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന എളുപ്പമാർഗം ഈരാറ്റുപേട്ട മുട്ടം റോഡ് സ്വീകരിച്ച് അതുവഴി പോവുക എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗം ഒഴിവാക്കി തിരക്ക് കുറഞ്ഞ ഭാഗത്തുകൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഈരാറ്റുപേട്ട മുട്ടം റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ റോഡിലെ താരതമ്യേന തിരക്ക് കുറവുമാണ്. നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വാഗമണിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഇതൊരു ടൗൺ ആണ്, നല്ല തിരക്കേറിയ ഒരു ടൗൺ. പൂഞ്ഞാറാറും തീക്കോയിയാറും സംഗമിച്ച് മീനച്ചിലാറ് രൂപം കൊള്ളുന്ന സ്ഥലം. ഈ ആറുകൾക്ക് ഇടയിലുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നിരിക്കുന്നത്. പേട്ട എന്നാൽ കച്ചവട സ്ഥലം, അങ്ങാടി എന്നിങ്ങനെയുള്ള അർത്ഥമാണ്. ഈരാറ്റുപേട്ട ചന്ത മുൻപ് വളരെയധികം പ്രസിദ്ധമായിരുന്നു. അങ്ങു ദൂരെ മലനിരകൾ ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം തിരക്കേറിയ ഒരു ടൗൺ തന്നെയാണ് ഈരാറ്റുപേട്ട. മുന്നോട്ട് പോകുന്തോറും ഈ പച്ചപ്പിൻ്റെ അഴക് കൂടിക്കൂടി വരുന്നു. അല്ലെങ്കിലും പച്ചപ്പിന് എന്തൊരഴകാണ്! നമുക്ക് ചുറ്റും നാനാ വർണ്ണങ്ങളുണ്ടെങ്കിലും പച്ചപ്പ് കാണുമ്പോൾ കിട്ടുന്ന അനുഭൂതി മറ്റൊന്നിൽ നിന്നും കിട്ടില്ല. വാഗമൺ യാത്രയിൽ തിരക്കേറിയ മാർഗം ഒഴിവാക്കാൻ കാരണം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നല്ല റോഡാണ്. മുൻപ് വാഗമൺ എത്താൻ വലിയ പ്രയാസമായിരുന്നു. മോശം റോഡൊക്കെ ആയിരുന്നു പ്രധാന കാരണം. ഇന്നിപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. നല്ല റോഡുകൾ വന്നിരിക്കുന്നു. മനോഹരമായ ഡ്രൈവിംഗ് ഇത് സമ്മാനിക്കുന്നു. ഇവിടുന്ന് 5 കിലോമീറ്റർ മാറിയാണ് മാർമല വാട്ടർഫാൾ. നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന അടുത്ത എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ വഴിയാണ്. നമ്മളിവിടെ ഇടത്തേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് മാർമല അരുവിയിലേക്കുള്ള വഴിയാണ്. കോട്ടയം ജില്ലയിൽ തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് മാർമല അരുവി വെള്ളച്ചാട്ടം. കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണിത്. 40 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളെ ആകർഷിക്കുന്നു. വെള്ളച്ചാട്ടത്തിന് പ്രകൃതിദത്തമായ ഒരു തടാകവുമുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്താറുള്ള ഇല്ലിക്കൽ മലനിരകളും ഇല്ലിക്കൽ കല്ലും ഇതിനടുത്താണ്. മാർമലയിൽ നിന്ന് വരുന്ന മീനച്ചിലാറിൻ്റെ കൈവഴിയായ വഴിക്കടവാറിൻ്റെ ഭാഗമാണ് മാർമല അരുവി. ഇവിടുന്ന് മുന്നോട്ട് സഞ്ചരിച്ചാൽ മാർമല അരുവിയിലേക്കുള്ള വഴിയാണ്. നമ്മൾ ഈ പാതയിൽ നിന്ന് മാറി വലതുവശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇനി മുന്നോട്ട് വാഗമണിലേക്കുള്ള യാത്രയാണ്. പച്ചപ്പ് നിറഞ്ഞ സുന്ദര വഴിയിലൂടെ വാഗമണിലേക്ക്. ഇത്തരമൊരു ഡ്രൈവിംഗ് ആരാണ് ആഗ്രഹിക്കാത്തത്? മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പച്ചപ്പ് നിറഞ്ഞ ഈ അന്തരീക്ഷത്തിലൂടെ ഈ സ്മൂത്ത്
സ്മൂത്ത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഈ റോഡ് തിരഞ്ഞെടുക്കാൻ കാരണവും ഇതുതന്നെയാണ്. ഇത്തരം ഒരു ഡ്രൈവിംഗ് ഒരിക്കലും നമുക്ക് മറക്കാനായി സാധിക്കില്ല. വീണ്ടും വീണ്ടും ഇതുവഴി യാത്ര ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിട്ട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. 25 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്ക്. ഒരു കാലത്ത് ഇവിടം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു. ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടെയാണ് വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടായത്. 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ സാധാരണ താപനില. തങ്ങൾമല, മുരുകൻമല, കുരിശുമല എന്നീ മലകളാൽ വാഗമൺ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞോടുകൂടിയ തണുത്ത കാലാവസ്ഥയാണ് പൊതുവെ ഇവിടെ കാണാറുള്ളത്. നമ്മുടെ കൊടൈക്കനാൽ യാത്രയിലെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ നിന്നും വ്യത്യസ്തമായ മലനിരകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അധികവും മൊട്ടക്കുന്നുകളാണ്. ഈ മുട്ടക്കുന്നുകൾ തന്നെയാണ് മറ്റ് മലനിരകളിൽ നിന്നും വാഗമണിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ മുട്ടക്കുന്നുകളിലേക്കുള്ള യാത്രയും കാഴ്ചകളും ഒക്കെയാണ് ഈ വാഗമണിൻ്റെ സൗന്ദര്യം. പാറ നിറഞ്ഞ മലകൾ, പൈൻമരക്കാടുകൾ, അതുവഴിയുള്ള യാത്ര, ഇതൊക്കെ മറ്റു പ്രത്യേകതകളാണ്.
ഒരു വശത്ത് അഗാധമായ കൊക്ക, മറുവശത്ത് കരിമ്പാറ നിറഞ്ഞ മലനിരകൾ. നല്ല രസമുള്ള യാത്ര തന്നെയാണ് വാഗമൺ സമ്മാനിക്കുന്നത്. ഏകദേശം 6 കിലോമീറ്ററോളം പാറക്കെട്ടുകൾ അരിഞ്ഞിറങ്ങിയ ഈ റോഡിലൂടെ സഞ്ചരിച്ചു വേണം വാഗമൺ എത്താൻ. ഇടയ്ക്ക് കോടമഞ്ഞ് മൂടിയ മലനിരകളിലൂടെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപം പ്രാപിച്ച് ഒഴുകിയിറങ്ങുന്നത് കാണാം. ഇത് ഒരു മനോഹര കാഴ്ച തന്നെയാണ്. ഇതാണ് കരിക്കാട് വ്യൂ പോയിന്റ്. കോട മൂടിയ അടിവാരം ഇവിടെ നിന്ന് കാണാം. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. നല്ല റോഡായതുകൊണ്ട് തന്നെ യാത്ര വളരെ രസം പകരുന്നതാണ്. ഓരോ സ്ഥലത്തും നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ തോന്നുന്നു. ഇവിടെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ തമ്മിൽ വലിയ ദൂരമില്ലാത്തതിനാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടം കണ്ടു തീർക്കാനാവും. അതിനാൽ നല്ലൊരു സ്റ്റേയും കൂടി ആയാൽ പിന്നെ 2 ദിവസത്തെ ട്രിപ്പ് അടിപൊളിയാകും. ഇവിടെ ധാരാളം മനോഹരമായ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉണ്ട്. ഇങ്ങനെ ഒരു റിസോർട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. മുട്ടക്കുന്നുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ റിസോർട്ട്. പ്രൈവറ്റ് പൂളൊക്കെയായി ഇവിടെ സുന്ദരം തന്നെ. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഈ റിസോർട്ടിലെ വിശേഷങ്ങളും നമുക്ക് കാണാം.